ജനവാസ മേഖലയിൽ കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിക്കുന്നു. കാട്ടുപന്നികൾ ഇപ്പോൾ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണി സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കട്ടപ്പന നത്തുകല്ല് സ്വദേശി സെബാസ്റ്റ്യൻ കാട്ടുപന്നി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. രാവിലെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് സമീപത്തെ കൃഷിയിടത്തിൽ നിന്നും 2 കാട്ടുപന്നികൾ ഇദ്ദേഹത്തിന്റെ മുൻപിലേക്ക് ചാടി വീണത്. ശബ്ദം കേട്ടതോടെ ഓടി വീടിനകത്ത് കയറി. തലനാരിഴയ്ക്കാണ് താൻ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് ഇദ്ദേഹം പറയുന്നു. മോള് 2 പന്നി ഒരു 80 കിലോ വെയിറ്റ് കാണും. എടുത്ത് ഈ മോള് നിൽക്കാം. ഉടനെ ഹോയ് എന്ന് വെച്ചപ്പോഴത്തേനും എന്റെ മുകളിലേക്ക് ചാടി നോക്കുമ്പോൾ ഞാൻ ചാടി അപ്പുറത്തേക്ക് പോയി. അന്ന് അപ്പോഴാണ് ആൾക്കാർ പറയുന്നത് 2 ദിവസം മുമ്പും ഇവിടെ ഒരു വിനോദുണ്ട്, മിസ്റ്റർ വിനോദ്. അവന്റെ തേയിലത്തോട്ടത്തിൽ കമ്പിവേലിയുള്ളതുകൊണ്ട് അതിന്റെ അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. അതിനു മുമ്പും ഒരാഴ്ച കഴിയുമ്പോൾ മുമ്പ് ഈ പാറയിൽ ശോഭിച്ചന്റെ വീട്ടിൽ അത് അവരെ മുറ്റത്ത് വന്നു പിള്ളേര് ഓടി വീട്ടിൽ കയറി, അല്ലെങ്കിൽ പിള്ളേരെ കുത്താനായിട്ട് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുമായിരുന്നു പറഞ്ഞു. രാത്രി സമയങ്ങളിലാണ് കാട്ടുപന്നികൾ കൃഷിയിടത്തിൽ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ പകൽ സമയത്തും ഇവയുടെ വിഹാരമാണ് ഉണ്ടാകുന്നത്. മനുഷ്യന്റെ സ്വൈര്യ ജീവിതത്തിന് തന്നെ കാട്ടുപന്നികൾ ഭീഷണി സൃഷ്ടിക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും സമീപത്തെ കൃഷിയിടത്തിൽ ഈ കാട്ടുപന്നികളെ സമീപവാസികൾ കണ്ടതായി ഇദ്ദേഹം പറയുന്നുണ്ട്. രാത്രിയിലും പകലും ഒരുപോലെ ഇപ്പോൾ വീടിന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഭയപ്പാടോടെ ഇറങ്ങേണ്ട സാഹചര്യമാണ് നിലവിലെന്നും ഇദ്ദേഹം പറയുന്നു. കിഴങ്ങ് വർഗത്തിൽപ്പെട്ട കൃഷികൾ ഒന്നും നട്ടുപിടിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കൂടാതെ ധൈര്യമായ കൃഷിയിടത്തിൽ പണികൾ ചെയ്യാനും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ഇദ്ദേഹം പറയുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.